ബിവറേജസ് കോർപ്പറേഷൻ ഗോഡൌണിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക കണക്ക്. 45,000 കേസ് മദ്യമാണ് സംഭരണ കേന്ദ്രത്തിലുണ്ടായിരുന്നത്. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഗോഡൌണുകളിലും സുരക്ഷാ പരിശോധന ഉണ്ടാകുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടലൂരി അറിയിച്ചു. കേസിൽ പറഞ്ഞാൽ 9 ലിറ്റർ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ ബോട്ടിലിൻ്റെ കോസ്റ്റിംഗ് വേറെ ആയിരിക്കും. പക്ഷേ 5 മുതൽ 10 കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു എസ്റ്റിമേറ്റ്. പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്, ബിൽഡിംഗ് ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റോക്ക് നെയിം ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിയിട്ട് വി വിൽ ബി അപ്രോച്ചിങ് ദ ഇൻഷുറൻസ് കമ്പനി. 45,000 ഉദ്ദേശം. ഒരു കേസിൽ 9 ലിറ്റർ ആയിരിക്കും. പല ബോട്ടിൽസ് ആയിരിക്കാം. അത് 180 ml ആയാലും കൂടുതലാവും. പിന്നെ 1 ലിറ്ററിലായാലും 9 ആയിരിക്കും. അങ്ങനെയാണ്. ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസാണ്. പിന്നെ SP ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇനി ബിവറേജസ് ഗോഡൌണുകളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഉറപ്പാക്കും എന്ന് കൂടിയാണ് ഹർഷിത അട്ടലൂരി പറയുന്നത്. ശശിനാരായണൻ ചേർന്ന് ഇപ്പോഴും ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്ന് കൂടിയാണോ MD പറയുന്നത്? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്ന രീതിയിലേക്ക് ബെവ്കോ കടക്കുന്നു എന്നുകൂടിയാണ് വിവരം. അപർണ, ഇന്നലെ രാത്രി 8 മണിക്കാണ് പുളിക്കയിലെ ബെവ്കോയുടെ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ വലിയ നഷ്ടം ഉണ്ടായത്. ഏകദേശം 10 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടാണ് ബെവ്കോയുടെ MD ഹർഷിത അട്ടലൂരി ഇന്ന് വ്യക്തമാക്കിയത്. ഏകദേശം 45,000-ഓളം കേസ് മദ്യം കത്തി നശിക്കുകയും ചെയ്തു. ഈ ഗോഡൌണിനോട് ചേർന്ന ഔട്ട്ലെറ്റിലും 2 ഇടങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള മദ്യമാണ് ഇന്നലെ രാത്രിത്തെ ആ തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. വലിയ നഷ്ടം ബെവ്കോയെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം ഉണ്ട്. അഗ്നിരക്ഷാ സുരക്ഷയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇത്തരം ഒരു തീപിടുത്തം ഉണ്ടായ കാരണം എന്താണെന്ന കാര്യം വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. വിശദമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ തീപിടുത്തത്തിനുള്ള കാരണം കണ്ടെത്താൻ കഴിയൂ. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ ബെവ്കോയുടെ MD ഹർഷിത അട്ടലൂരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തി വരികയാണ്. എന്തായാലും കേരളത്തിലെ എല്ലാ ബെവ്കോയുടെ ഔട്ട്ലെറ്റിലും ഇത്തരത്തിലുള്ള ഓഡിറ്റ് നടത്തും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെ ബിവറേജിന്റെ ഈ ജവാൻ റമ്മ ഉത്പാദിപ്പിക്കുന്ന ഡിസ്റ്ററിയും പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് തീപിടിക്കാതിരുന്നത് തന്നെ വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. കാരണം ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ തൊട്ടടുത്ത് ഷുഗർ മില്ലുണ്ട്. അങ്ങനെ തൊട്ടടുത്തൊക്കെ ഉള്ള തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഈ 7ഓളം അഗ്നിശമന സേനകൾ യൂണിറ്റ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിശദമായ അന്വേഷണം, വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നു. അതിന്റെ കണക്കുകൾ ഇനി അവസാന ഘട്ടത്തിലായിരിക്കും മനസ്സിലാവുക. എത്ര കോടി രൂപയുടെ 5 മുതൽ 10 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് നിലവിലത്തെ പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥലത്തെത്തിയതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ബെവ്കോയുടെ MD വ്യക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മറ്റ് ഔട്ട്ലെറ്റുകൾ, ബെവ്കോയുടെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള സുരക്ഷ ഓഡിറ്റ് നടത്തുമെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. 15 ഔട്ട്ലെറ്റിലേക്ക്, അതായത് പത്തനംതിട്ട ജില്ലയിലെ 15 ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള മദ്യമാണ് ഇന്നലെ ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത്. ഈ തീപിടുത്തം കാരണം ഇതെല്ലാം പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ നഷ്ടം വലിയ നഷ്ടമായി തന്നെ ബെവ്കോ കണക്കാക്കുന്നുണ്ട്. അപർണ. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്.